വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വലിയ സൗണ്ടിലല്ലോ, കുറച്ച് സൗണ്ട് കൂട്ടാം. കുറച്ചിരിക്കട്ടെ, മ്യൂസിക് കൂടുതൽ വെച്ച് എൻ്റെ സൗണ്ട് കേൾക്കില്ല. ഇതിൽ ഞാനിപ്പോൾ പറയാൻ പോണത് എങ്ങനെയാണ് ബിൽഡർ വൈസിൽ മറ്റേ 6th ബിൽഡർ ഇട്ടതെന്നാണ്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും എനിക്ക് കിട്ടിയിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിൽക്കണമെന്ന്. എനിക്ക് തന്നെ കിട്ടിയിട്ടില്ലാന്ന്. പക്ഷെ ഇതിൻ്റെ എത്രാമത്തെ അക്കൗണ്ടാണ്? ഇതിലെൻ്റെ മെയിൻ അക്കൗണ്ടിലുണ്ട് 6th ബിൽഡർ. കുറച്ച് പണിയാണ് കേട്ടോ, കുറച്ച് അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അത്യാവശ്യം ഗെയിം ചെയ്ത് കളിക്കണം. ജസ്റ്റ് ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ മതി, ആറ് ഇതൊന്നുമില്ല. ഉണ്ടോ, ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട്. അതിൽ ഹീറോസിന് എപ്പോഴും ഒരെണ്ണത്തിന് എപ്പോഴും ഇതിലിടുക, പറഞ്ഞാൽ വർക്കിലിടണം. എന്നിട്ട് ബാക്കി അങ്ങനെ ഞാനിപ്പോൾ സിമ്പിളായി പറഞ്ഞുതരാം. ഇതൊരിപ്പോൾ സെക്കൻഡ് മെയിൻ റഷ് ബേസ്. ഇതിലിപ്പോൾ വന്നിട്ട് നമ്മൾ മാച്ച് തുടങ്ങുകയാണെങ്കിൽ തുടങ്ങിയായിരിക്കും. എല്ലാവരും പറയും ഏതെങ്കിലും ഒരു വേറെ ട്രൂപ്പുകൾ ഉപയോഗിക്കാൻ, പക്ഷെ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഏതറിയോ? ഇത് ഈ വിച്ച് ഈ അമ്മൂമ്മ സെറ്റാണ്. കാരണം ഇത് ഇവിടെ ഇടും ഈ അറ്റത്ത്, പിന്നെ ബാക്കിൽ ഇങ്ങനെ എന്നിട്ട് ഫോഴ്സ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് പിന്നീട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പിന്നെയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. റിപ്പീറ്റ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് ലൂട്ടും കിട്ടും, എലിക്സറും കിട്ടും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ കുറേ അങ്ങ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ സാധനം ഫുള്ളാവും. ഈ സാധനം അപ്പോൾ ഇതൊന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ എല്ലാം കിട്ടി. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമുക്ക് ഇതും കിട്ടും, ഗോൾഡും കിട്ടും. ഒരു കളിയിൽ എത്ര ഗോൾഡ് കിട്ടും കണ്ടോ? 27 ഗോൾഡ് വെച്ച് കിട്ടും, 27K. ട്രോഫി അത്യാവശ്യം കമ്മിയാവുന്നില്ല. പിന്നെ വേറെ ട്രിക്കുള്ളത് ഇങ്ങനെ തുടങ്ങുക, എന്നിട്ട് അങ്ങനെ ഞെക്കുക, ബാക്ക് അടിക്കുക. ഇതിൽ പക്ഷേ ഗോൾഡ് കോയിൻ കിട്ടില്ല, ഇതിൽ എലിക്സർ കിട്ടും. പക്ഷേ ഇതും ഈ കളി ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വരും. അങ്ങനെ ഇത്രേ ഉള്ളൂ. ഈസിയാണ് അവിടെ പുഷ് ചെയ്യാൻ. പക്ഷെ അവിടെ നിന്നിട്ടുണ്ടല്ലോ, മെയിൻലി ടൗൺ ഹാൾ റഷ് ചെയ്യണം പെട്ടെന്ന്. എന്നിട്ട് സാധനം ഡിഫൻസൊന്നും വലുതാക്കിലും വിഷയമില്ല. കാരണം ഇത് വലുതാക്കണം. പിന്നെ ഈ സാധനം എന്തോ 6 or 5 ലെവലാക്കണം, എന്നാലേ നമുക്ക് അവിടെ ഒരു ബിൽഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ആർച്ചർ ടവറും, പിന്നെ ഏതൊരു ട്രൂപ്പ് നല്ല ലെവലാക്കുക. ഞാൻ അറിയാണ്ട് ബേബി ഡ്രാഗനാക്കി. കുറേ യൂട്യൂബേഴ്സ് പറയുന്നത് ബേബി ഡ്രാഗനാണ് നല്ലതെന്നാണ്. പക്ഷേ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത്. കാരണം മിക്ക ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത്. ചില യൂട്യൂബേഴ്സ് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണെന്ന് കുറച്ച് ഇടും. ഇത് നല്ലതൊക്കെയാണ്, പക്ഷെ എന്നാലും ഇതാണ് ഈസി, പെട്ടെന്ന് സ്പാം ചെയ്യാൻ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി, ബൈ.